ഭൂമി നിലനിന്നാലേ ഈ ശരീരത്തിനും ആരോഗ്യത്തോടുകൂടി നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് പ്ലാസ്റ്റിക് നിരോധനം. അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികൾ ഗവേഷണം ചെയ്യേണ്ടവരാണ്. ഓരോ സ്കൂളുകളും ഗവേഷണം ചെയ്യേണ്ടതാണ്. എന്താണ് ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടുള്ളത്, വേണ്ടല്ലേ? ഇനി നമുക്ക് പാരമാർത്ഥിക തലത്തിൽ ഈ കഥയെ കാണണം. ഞാൻ പറഞ്ഞു വ്യാവഹാരിക തലത്തിലും കാണണം, ഏത് തലത്തിലും കാണണം, പാരമാർത്ഥിക തലത്തിൽ കാണണം. അവിടെ മനസ്സെന്ന് പറയുന്നത് വ്യാസഭഗവാൻ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും മനസ്സിനെയാണ് ഇവിടെ ഭൂമിക എന്ന് പറയുന്നത്. അപ്പം കേവലം ഭൂമി അല്ല ഭൂമി, ഇവിടെ മനസ്സും ഭൂമിയാണ്. അപ്പം ഈ മനസ്സെന്ന് പറയുന്ന സാധനത്തിൽ അടിഞ്ഞുകൂടുന്ന വികാരങ്ങൾ, ചിന്തകൾ, അത് ക്രമേണ മനസ്സിനെ താഴ്ത്തിക്കളയും. അതാണ് ഇന്ന് ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ, മനുഷ്യ മനസ്സിലുണ്ടാക്കുന്ന മാനസികമായ പലതരത്തിലുള്ള വിഭ്രാന്തികൾ. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട വിഷയമാണ്. കാരണം ഇതിനെക്കുറിച്ച് നിങ്ങളത്ര ഉത്കണ്ഠ നിങ്ങൾക്കില്ല. നമ്മുടെ കുട്ടികളിൽ പലപ്പോഴും ഉണ്ടാകുന്ന മാനസിക അസ്വസ്ഥതകൾ നിങ്ങളതിനത്ര ഗൗരവത്തിൽ കാണുന്നില്ല. നിങ്ങൾ വിചാരം അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചാലൊക്കെ ആയെന്നുള്ളതാണ്. പക്ഷേ ഈ അസ്വസ്ഥതകളായിരിക്കാം വേണ്ടാത്ത കൂട്ടുകെട്ടുകളിലേക്ക് അവരെ വലിച്ചു കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പോലും അറിയില്ല ഈ കുട്ടിയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് പല രക്ഷിതാക്കളും പറയുക, ഞാൻ അറിഞ്ഞതേയില്ലേ ഇവൻ ഇങ്ങനെയുള്ള ഒരുത്തനാണെന്ന് പറയാറില്ല ഇങ്ങനെ. ഇപ്പൊ കുട്ടികളുടെ ഉള്ളിൽ മാനസികമായ പലതരത്തിലുള്ള പിരിമുറുക്കങ്ങൾ. ഇന്നാണെങ്കിൽ വിദ്യാഭ്യാസം അത്രയും സ്ട്രെസ് ഉള്ളതുകൊണ്ട്, വളരെയധികം ടെൻഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട്, പരീക്ഷയ്ക്കെന്ന് പറയുന്ന ടെൻഷൻ ഉള്ളത് കൊണ്ട് കുട്ടികളുടെ ഉള്ളിൽ നടക്കുന്ന പിരിമുറുക്കങ്ങളെ, സംഘർഷങ്ങളെ, ഭയത്തെ, അസ്വസ്ഥതയെ അത്ര എളുപ്പത്തിൽ ആരും കാണാറില്ല. ഒരു ദിവസം മകൻ തൂങ്ങി മരിക്കുമ്പോഴാണ് അമ്മ നെഞ്ചത്തടിച്ച് കരയുന്നത്. എൻ്റെ കുട്ടിക്ക് ഇത്രയും വിഷമമുണ്ടായത് എനിക്ക് അറിയില്ലായിരുന്നു, അവൻ ഇതുവരെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് ആ കുട്ടിയുടെ തെറ്റല്ല. ഇത് മുൻകൂട്ടി കാണാനുള്ള കഴിവ് ആർക്കുണ്ടാവേണ്ടിയിരുന്നു? അമ്മയ്ക്കുണ്ടായിരുന്നു. അപ്പം മാനസികമായ സംഘർഷങ്ങൾ തെറ്റായ കൂട്ടുകെട്ടിലേക്ക് പോകും. ചിലപ്പോൾ അതിൽ നിന്നൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും കുട്ടികൾ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുന്നത്. അങ്ങനെ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുമ്പോൾ മനസ്സ് താഴോട്ട് അധപ്പതിക്കുകയില്ലയോ? മനസ്സ് താഴോട്ട് അധപ്പതിക്കുമോ ഇല്ലയോ? അധപ്പതിക്കും. വേണ്ടാത്ത കൂട്ടുകെട്ട് മനസ്സിനെ തളർത്തുമോ ഇല്ലയോ? അതിൻ്റെ കഴിവിനെ ഇല്ലാതാക്കുമോ? പറയൂ. ഇതേപോലെ പലതരത്തിലുള്ള മാനസിക മൊബൈൽ അഡിക്ഷൻ വരുന്നത് അതുകൊണ്ടാണ്. കുട്ടികളുടെ അമിതമായ മൊബൈൽ അഡിക്ഷൻ മനസ്സിനെ താഴോട്ട് കൊണ്ടുപോവോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഇതിനൊക്കെ എന്താണ് പരിഹാരം? ഇവിടെയാണ് ഈ യജ്ഞവരാഹ കഥ നമ്മൾ ഒരു പാരമാർത്ഥിക തലത്തിൽ കാണേണ്ടത്. അപ്പം ഇവിടെ ഹിരണ്യാക്ഷൻ ഭൂമിയെ താഴോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അർത്ഥം എടുക്കേണ്ടത് ആസുരിക ചിന്തകൾ. എന്താണ് മനുഷ്യൻ്റെ ഉള്ളിൽ ആസുരിക ചിന്തകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാർത്ഥത, കാമം, ക്രോധം തുടങ്ങിയിട്ടുള്ള ചിന്തകളൊക്കെ മനസ്സിനെ എങ്ങോട്ട് കൊണ്ടുപോകും? താഴോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ മനസ്സിനെ അത് അധപ്പതിപ്പിക്കും. അതാ നേരത്തെ പറഞ്ഞ വേണ്ടാത്ത കൂട്ടുകെട്ടോ ലഹരിയോ എടുത്തുചാട്ടങ്ങളോ, ചിലപ്പോൾ അത് ആക്രമണ രൂപത്തിലോ, അച്ഛനെ അടിക്കലും അമ്മയെ അടിക്കലും കുത്തലും കൊലയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അമ്മയെ കുത്തിന്നൊക്കെ കേൾക്കുന്നില്ലേ? ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുട്ടികളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ, ഒരു സംഘർഷം അങ്ങോട്ട് പൊട്ടിത്തെറിക്കുമ്പോഴാണ്. ആണോ? ഇതൊക്കെ നിങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ നാളത്തെ ഇരകൾ നിങ്ങളാവും. കാരണം അവരുടെ ഉള്ളിൽ അങ്ങനെയുള്ള ചിന്തകളാണ് കടന്നു പോകുന്നത്. ഇന്ന് കൊല്ലാനൊന്നും മടിയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആണോ അല്ലയോ? കഴിഞ്ഞ ദിവസമാണ് മാനസിക വിഭ്രാന്തിയുള്ള ഒരു പയ്യൻ അമ്മയെ 21 കുത്തുകുത്തി കൊന്നിരിക്കുന്നത്. ആണോ? അപ്പം ഇതൊക്കെ നമ്മുടെ കുട്ടികളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അപ്പം ഇതിനെന്താണ് വഴി? തളർന്നു പോകുന്ന മനസ്സിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം. അപ്പം നമ്മൾ തളരുന്നില്ല എന്ന് വിചാരിക്കരുത്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ഈ വർഷത്തെ വെക്കേഷനൊക്കെ നിങ്ങൾ വെറുതെ തീർക്കരുത്. കുട്ടികളിൽ സംഘർഷങ്ങളുണ്ട്, പിരിമുറുക്കങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട് എന്ന് മാത്രമല്ല അമിത ആസക്തികളുണ്ട്. കാരണം അവർക്കൊന്നും ഓൺലൈനിലൂടെയൊക്കെ പലതും വാങ്ങിക്കാനും കിട്ടും എന്നൊക്കെ അറിയുമ്പോൾ അവർക്ക് അതിനോടൊക്കെ ഉള്ള ഒരു ആസക്തിയും താല്പര്യവും ഉറക്കെ പറയൂ കൂടുതലാണ്. കാരണം ഇന്ന് നമ്മുടെ മുന്നിൽ ഉള്ളൊരു ലോകം പോലെയല്ല ഈ കുട്ടികളുടെ മുന്നിലുള്ള ലോകം എന്ന് പറഞ്ഞാൽ. ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ആ കുട്ടികളുടെ മുന്നിൽ ട്വിറ്റർ അക്കൗണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടോ തുറന്നു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ ലോകം മുഴുവൻ തെളിയാണ്. ആണോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ?
ഇന്ന് അവരെ വൃത്തികെട്ട ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ അവർക്ക് പ്രയാസമില്ല എന്ന് കുട്ടികൾക്ക്. അവരെ ഇരകളാവുകയാണ്, ഇതിലൊക്കെ ആസ്വദിക്കുകയാണ് അവർ. ആണോ? അതിൽ പിന്നെ വിക്ടിമൊക്കെ ആയിട്ട് ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന സമയത്ത് രാവിലെ തന്നെ ഒരു അമ്മ ഈ വിഷമമായിട്ടാണ് വന്നിരിക്കുന്നത്. മകൻ്റെ ഫോട്ടോ ഫോണിലേക്ക് ആരോ വേണ്ടാത്തൊരു ഫോട്ടോ അയച്ചു, പെണ്ണിൻ്റെ. ഈ ഫോട്ടോ അവൻ്റെ ഫോണിൽ നിന്ന് ഇവനറിയാതെ ഷെയർ ചെയ്തു പോയി. ഇത് പിടിക്കപ്പെട്ടപ്പോൾ ഇവൻ കുരുങ്ങിപ്പോയി. ഇവൻ്റെ ഫോണിൽ നിന്നാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ അവന് പറയാൻ പറ്റില്ല. അമ്മ നാണം കെട്ട് കിടക്കുകയാണ്. കാരണം വൃത്തികെട്ട ഫോട്ടോസാണ് ആ ഫോണിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. ഈ പാവം പയ്യൻ അറിയില്ലെന്ന് ഇവൻ്റെ ഫോൺ അതിനുപയോഗിച്ചു എന്നുള്ളത്. ഇപ്പം ഞാനിത് നിങ്ങളോട് പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾ പോലും ഇരകളായി മാറുന്ന കാലങ്ങളാണ്. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? നമ്മൾ ഗൗരവത്തോടെ ജീവിതത്തെ കാണണം. ഇപ്പം നോക്കൂ, നിങ്ങൾ ഫോൺ എടുത്താൽ കേൾക്കുന്ന മെസ്സേജ് എന്താണ്? നിങ്ങൾക്ക് ആരെങ്കിലും വല്ല പോലീസിൽ നിന്നോ മറ്റോ ഫോൺ വന്നു കഴിഞ്ഞാൽ അത് സൈബർ തട്ടിപ്പുകാരാണെന്ന് എന്തേ പറയാൻ കാരണം? കുറേ ആളുകൾ സൈബർ തട്ടിപ്പിന് ഇരകളായി മാറിയത് കൊണ്ടാണ്. അവരത് വിശ്വസിക്കുന്നത് ആണോ? അതുകൊണ്ടല്ലേ ഗവൺമെൻറ് അങ്ങനത്തെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കുട്ടികളിലേക്ക് അവബോധം സൃഷ്ടിക്കേണ്ടത്. നമ്മുടെ മനസ്സിനെ ഇരണ്യാക്ഷൻ ഭൂമിയെ താഴ്ത്തിയതുപോലെ നമ്മുടെ മനസ്സിനെയും പല സ്വാർത്ഥ മനസ്സുകൾ താഴ്ത്താം. നമ്മളിലെ സ്വാർത്ഥതയും അല്ലെങ്കിൽ നമ്മുടെ ഒരു ആസക്തിയും അറിയാതെ ചിലതിൽ പെട്ടുപോയാൽ നമ്മുടെ മനസ്സ് താഴ്ന്നു പോകുന്നത് നമ്മളാരും കാണുകയില്ല. അപ്പം ഈ അസുരനും ഭൂമിയും എവിടെയാണപ്പോൾ? ഈ അസുരനും ഭൂമിയും എവിടെയാണപ്പോൾ? പുറത്തെവിടെയെങ്കിലാണോ? ഭൂമി നമ്മുടെ മനസ്സാണ്, അസുരനും നമ്മുടെ ചിന്തകളാണ്. ഗീതയിലെ പ്രസിദ്ധമായ വരികൾ ഓർക്കണം. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദേ ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. അവനവൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവും അവനവൻ തന്നെയാണ്. അവനവൻ്റെ ഏറ്റവും കടുത്ത ശത്രുവും അവനവൻ തന്നെയാണ്, വേറെ ആരുമല്ല. നമ്മുടെ ഉള്ളിലുള്ള ദൗർബല്യങ്ങളാണ് നമ്മുടെ ശത്രുക്കൾ. ഇത് കുട്ടികൾക്ക് പാവം അറിയില്ല. കാരണം ദൗർബല്യം ആർക്കും മനസ്സിലാവില്ല. ഈ ദൗർബല്യങ്ങളാണ് പലരും ചൂഷണം ചെയ്യുന്നത്. ആ ദൗർബല്യത്തെ ചൂഷണം ചെയ്ത് ഇരകളാകുമ്പോഴാണ് തിരിച്ചറിയുന്നത് ഞാൻ ഇരയായി പോയത്. ഇന്നത്തെ ദിവസം ഞാൻ പറയണ്ടല്ലോ, ഒരു പാവം പയ്യനെ വിഷം കൊടുത്ത് ഇല്ലേ, കഷായത്തിൽ വിഷം കൊടുത്ത് കൊന്നൊരു കഥയാണെന്ന് പറയാനുള്ളത് ആണോ? അപ്പോൾ സ്നേഹം എന്ന വാക്കിനെ മിസ്യൂസ് ചെയ്ത് ആ സ്നേഹത്തെ വളരെയധികം ഒരു തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് പാവം ഒരുത്തൻ്റെ ജീവിതം തീർത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആണോ ഇല്ലയോ? അപ്പോൾ നോക്കൂ, ആ പയ്യനത് വിശ്വസിക്കുകയാണ്. ഭാര്യ പറയുന്നത് ഇരയായി തീർന്നു. ഇരയായി തീർന്നപ്പോഴേക്കും ജീവിതവും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. നാളത്തെ ഇരകളായി നമ്മുടെ കുട്ടികൾ മാറരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിനെന്താണ് ഒരു വഴിയുള്ളത്? അവിടെയാണ് യജ്ഞവരാഹം. ആരവതരിക്കണം? വരാഹം അവതരിക്കണം. അപ്പോൾ ഇവിടെ ആരാണ് വരാഹം? വരാഹം എന്ന് പറയുന്നത് കേവലം ഇവിടെ ഒരു പന്നിയല്ല. ഞാൻ പറഞ്ഞു, വരാഹം എന്ന് പറഞ്ഞാൽ യജ്ഞഭാവനയാണ്. ആരാണ്? യജ്ഞഭാവനയാണ്. എന്തിനാണ് വരാഹത്തിൻ്റെ രൂപം വെച്ചിരിക്കുന്നത്? വരാഹം ഏറ്റവും വൃത്തികെട്ട സാധനത്തെയാണ് കഴിക്കുക, അല്ലേ? ഏറ്റവും മാലിന്യമായ സാധനത്തിലാണ് അത് ഇടപെടുക. പക്ഷെ ആ മാലിന്യമൊന്നും അതിനെ ബാധിക്കില്ല. അതിനെ ഒരു വൃത്തിയാക്കുന്ന സ്കാവഞ്ചർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഒരു കാലഘട്ടത്തിലുണ്ടല്ലോ, മനുഷ്യൻ പുറത്ത് ടോയ്ലറ്റ് പോയൊരു കാലഘട്ടത്തിൽ ഈ ടോയ്ലറ്റിനെയൊക്കെ വൃത്തിയാക്കിയിരുന്നത് ഇത്തരം പന്നികളായിരുന്നു അത്രേ. അതായത് ഒരു പരിസരം, മലിനമായ പരിസരത്തെ വൃത്തിയാക്കി വെക്കുന്ന ഒരു വർഗത്തിൽപ്പെട്ടതായിരുന്നു പന്നി എന്നുള്ളത്. ഇന്നും അങ്ങനെ തന്നെയല്ലേ? ഈ അഴുകിയ സാധനം മുഴുവൻ കൊണ്ട് തീറ്റിക്കുന്നത്, ഹോട്ടലിൽ നിന്നൊക്കെ കൊണ്ടുപോയി തീറ്റിക്കുന്നതല്ലേ ഈ പന്നി? ആണോ അല്ലയോ? എല്ലാ അഴുക്കും അത് ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോകണം. പണ്ടത് പുറത്തുനിന്ന് കിട്ടുന്നു, ഇപ്പം അത് ഹോട്ടലിൽ നിന്ന് കിട്ടുന്നു. ഈ സാധനങ്ങളൊക്കെ ഇവരെ കൊണ്ട് തീറ്റിക്കുന്നു. ഇതാണ് ഇവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും. ഇതാണ് മനുഷ്യടുത്ത് കഴിക്കുന്നത്, വേറെ കാര്യം. എന്നിട്ട് നിൽക്കട്ടെ. അപ്പം ഏറ്റവും അഴുകിയ സാധനത്തെ പോലും പവിത്രീകരിക്കുന്നവൻ. അപ്പം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഏത് മലിനമായ മനസ്സിനെയും, ഏത് അസ്വസ്ഥമായ മനസ്സിനെയും യജ്ഞഭാവന കൊണ്ട് നമുക്ക് പവിത്രീകരിക്കാനും മനസ്സിനെ നമുക്ക് ഉയർത്താനും സാധിക്കും. അപ്പം ഇവിടുത്തെ പന്നി എന്ന് പറയുന്നത് കേവലം ഒരു പന്നിയല്ല, അതൊരു ഭാവനയാണ്. ഇതിൻ്റെ പേരാണ് സത്സംഗമെന്നോ കൂട്ടായ്മയെന്നൊക്കെ. അതായത് ഇനിയൊരു വ്യക്തിതലത്തിൽ നമുക്ക് മാനസികമായി ഉയരൽ അത്ര എളുപ്പമല്ല. അതിനൊരു കൂട്ടായ്മ വേണം, സത്സംഗങ്ങൾ വേണം. അതിനാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഈ ക്ഷേത്രമൊക്കെ കഴിഞ്ഞ സത്രത്തോടുകൂടി അതിൻ്റെ ഒരു ചൈതന്യത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഈ വെക്കേഷനിലൊക്കെ നിങ്ങൾ ഏതേത് സ്ഥലത്തു നിന്നാണോ വരുന്നത്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വരണം. നമ്മുടെ കുട്ടികളിൽ വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലുന്ന, രാവിലെ ഒരു വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ഒന്ന്
ലളിതാ സഹസ്രനാമൊക്കെ ചൊല്ലുന്ന ഒരു സംസ്കാരത്തെ നമുക്ക് രൂപപ്പെടുത്തണം. വൈകുന്നേരങ്ങളിൽ വെറുതെ തൊഴുതു പോയാൽ പോരാ, ഈ തൊഴുക എന്ന പ്രസ്ഥാനം തന്നെ മാറ്റണം. നമ്മൾ അമ്പലത്തിൽ പോകുന്നതൊക്കെ നാമജപത്തിനാണ്. ഇപ്പം നാമം ജപിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? ഉള്ളിലുള്ള അഴുക്ക്, ഉള്ളിലുള്ള എല്ലാ അസ്വസ്ഥതകളും. അതുകൊണ്ടാണ് വ്യാസഭഗവാൻ ഭാഗവതത്തിൽ ഏറ്റവും ഒടുവിലത്തെ വരിയിൽ എഴുതി വച്ചിരിക്കുന്നത് നാമസങ്കീർത്തനം സർവപാപപ്രണാശനം എന്നാണ്. ഭാഗവതത്തിലെ ഒടുവിലത്തെ വരികൾ എന്താണ്? നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനം എന്നാണ്. അപ്പൊ നോക്ക്, പാപം നശിച്ചാലേ ദുഃഖം നശിക്കുള്ളൂ. അപ്പൊ ഇതിനെന്താ പരിഹാരം? നാമജപമാണ്. അപ്പം നാമം ജപിക്കുമ്പോൾ ഇതൊരു പ്യുവർ സൈക്കോളജിയാണ്, ഇതൊരു സയൻസാണ്. നാമം ജപിക്കുക. നിങ്ങൾ രാവിലെ കുട്ടികളെ കൊണ്ട് നാമം ജപിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കൂ, നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതി രാവിലെ എല്ലാം വികസിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഉണ്ടാക്കി വെച്ചത്. നിങ്ങൾ നോക്കൂ, പൂവിൻ്റെ മുട്ടാണെങ്കിൽ രാവിലെ വികസിക്കും, ആണോ? പൂക്കളൊക്കെ അത് വിടർന്നു നിന്നു, ഓരോ ഉറങ്ങിക്കിടക്കുന്ന ഇലകളും ഉണർന്നു കഴിഞ്ഞു, ആണോ അല്ലയോ? മനുഷ്യൻ്റെ ഓരോ കോശവും വികസിക്കേണ്ട സമയമാണ് രാവിലത്തെ സമയം. ഈ സമയത്ത് നമ്മൾ കുട്ടികളെ കൊണ്ട് വിഷ്ണു സഹസ്രനാമമൊക്കെ ചൊല്ലിക്കുമ്പോൾ നാമജപത്തിൻ്റെ ആവർത്തനം, മന്ത്രത്തിൻ്റെ ആവർത്തനം, അതൊരു ശബ്ദ തരംഗമാണ്. പൂർവികർ ഈ മന്ത്രം ഉണ്ടാക്കുമുണ്ടല്ലോ, ഈ മന്ത്രത്തിനൊരു ഫ്രീക്വൻസി ഉണ്ട്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ECG എന്ന് പറയുന്നത് നിങ്ങൾ കാണും. ഹാർട്ടിനൊക്കെ അസുഖമുള്ള ഒരു ECG പോയിട്ടെടുക്കും. അപ്പോൾ ECGയിൽ നമ്മുടെ ഈ ഹാർട്ടിൻ്റെ ബീറ്റ്സ് മുകളിലേക്കും താഴോട്ടും പോകുന്നതിൻ്റെ ഒരു വൈബ്രേഷൻ അവർ പ്രിൻ്റ് ഔട്ട് ആയിട്ട് ഇങ്ങോട്ട് തരും. ഉണ്ടോ ഇല്ലയോ? കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇതുപോലെ ശബ്ദത്തിനെല്ലാം തരംഗങ്ങളുണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. അത് നമ്മൾ ഈ മൈക്രോ ഓപ്പറേറ്ററുടെ അവിടെ അടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഇതിൻ്റെ സിസ്റ്റത്തിൽ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്, LED ലൈറ്റുകൾ, ഇലുമിനേഷൻ വെച്ചിട്ടുണ്ട്. ശബ്ദം കൂടുന്നതനുസരിച്ച് അത് മുകളിലേക്കും താഴുന്നതനുസരിച്ച് താഴോട്ടൊക്കെ പോകുന്ന കണ്ടു കാണുന്നത്. എന്നതുപോലെ തന്നെ ഈ ശബ്ദത്തിൻ്റെ വൈബ്രേഷൻ കൊണ്ട്, ഈ നാമജപത്തിൻ്റെ ശക്തി കൊണ്ട് ഉള്ളിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന അനാവശ്യ ചിന്തകളുടെ തീവ്രത കുറഞ്ഞു വരും. അപ്പം നമ്മുടെ ഉള്ളിൽ അത്തരത്തിലുള്ള ചിന്തകൾ കുറയുമ്പോഴാണ് മനുഷ്യൻ്റെ ഉള്ളിൽ മൂന്നാമത്തൊരു കാര്യമുണ്ട്. ബുദ്ധിയും മനസ്സും മാത്രമല്ല, നമുക്ക് വേറൊന്ന് ദൈവം തന്നിട്ടുണ്ട്. അതാണ് ഈ തൃക്കണ്ണെന്ന് പറയുന്ന കാര്യം. ഇന്നിപ്പോൾ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ പറയണു ദർ ഇസ് എ തേർഡ് ഐ എന്ന്. അവരതിന് ഇംഗ്ലീഷിൽ തന്നെ പേരിട്ടിരുന്നത് ദർ ഇസ് എ ശിവ ഐ ഇൻ എവ്രി വൺ എന്നാണ്. ഈ ശിവ ഐ ആണ്, തേർഡ് ഐ ആണ് ഐ ഓഫ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. ഐ ഓഫ് ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം തൻ്റെ ഉള്ളിൽ തന്നെ തനിക്ക് റീഡ് ചെയ്യാൻ പറ്റുക, തൻ്റെ മനസ്സിനെ റീഡ് ചെയ്യാൻ പറ്റുക. അതായത് താൻ ഏതെങ്കിലും ഒരു ചതിക്ക് വിധേയനാവുന്നുണ്ടെങ്കിൽ ഇത് ചതിയാണ്, ഇത് അപകടമാണ്, ഇതിൽ ചാടാൻ പാടില്ല എന്നൊരു വാണിംഗ് ഉള്ളിൽ നിന്ന് സ്വയം തോന്നുന്നൊരവസ്ഥ, ഒരു ഐ ഓഫ് ഇൻഡ്യൂഷൻ മനുഷ്യൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വരണം. ആ തെളിഞ്ഞു വരണം എന്നുണ്ടെങ്കിൽ പാപചിന്തയുടെ, പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ ഉള്ളിലുള്ള സ്വാർത്ഥത, മനുഷ്യൻ്റെ ഉള്ളിലുള്ള കാമന, മനുഷ്യൻ്റെ ഉള്ളിലുള്ള എടുത്തുചാട്ടങ്ങൾ, ഇതിനൊക്കെയാണ് പാപം എന്ന് പറയുക. ഈ പാപചിന്തയുടെ തീവ്രത നാമം ചൊല്ലുന്തോറും കുറയുമ്പോൾ ക്രമേണ നമുക്ക് പലതും തിരിച്ചറിയാനുള്ളൊരു കഴിവ് വരുമ്പോൾ അപകടങ്ങളിലേക്ക് പെടുന്നതിൻ്റെ തീവ്രത കുറയും. ഇത് വേണോ വേണ്ടയോ? ഇതിനാണ് നാമം ചൊല്ലുന്നതെന്നാണ് വ്യാസഭഗവാൻ എഴുതി വെച്ചത്. ഇതേതോ ദൈവത്തിന് വേണ്ടി കേൾപ്പിക്കാനല്ല. നാമസങ്കീർത്തനം സർവപാപപ്രണാശനം ഒന്ന് പറയൂ എല്ലാവരും. ഇത് കുട്ടികളെ പഠിപ്പിക്കണം. നാമം ജപിക്കുന്നത് ഉള്ളിലുള്ള ദുർബല ചിന്തകളുടെ തീവ്രത കുറയാനാണ്. സ്വാഭാവികമാണ്. ഒരു നല്ല ചിന്തയിലേക്ക് ശ്രദ്ധ തിരിയും തോറും ഉള്ളിലുള്ള ദുർബല ചിന്തകളുടെ തീവ്രത അവർക്ക് പറയൂ കുറഞ്ഞു വരും. എന്നാൽ സത്യം പറയട്ടെ, നമ്മൾ ഹിന്ദുക്കളെ പോലെ ഇത്ര അറിവില്ലാത്തവരും ഇത്ര ഒരു ഉത്തരവാദിത്തമില്ലാത്തവരൊരു വർഗം വേറെയില്ല. നിങ്ങൾ എത്ര പേര് കുട്ടികളെ കൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ടുണ്ടെന്ന് പറയും. സത്യം പറയും, നുണയെ പറയരുത്, സത്യം പറയണം. എത്ര കുട്ടികളെ കൊണ്ട് വിഷ്ണു സഹസ്രനാമൊക്കെ ചൊല്ലിപ്പിച്ചിട്ടുണ്ട്? നോക്ക്, നിങ്ങൾ ഒരു കൈ പോലും പൊങ്ങുന്നില്ല. ഇത് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവില്ല. അവരെല്ലാ കുട്ടികളെയും 6 മണിയാകുമ്പോഴേക്കും അവരുടെ മദ്രസ ക്ലാസ്സുകളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ടോ ഇല്ലയോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഉണ്ടാവുമോ ഇല്ലയോ? എന്നാൽ നമുക്ക് അമ്പലങ്ങളില്ലാത്തത് കൊണ്ടാണോ? ക്ഷേത്രങ്ങളിൽ പോയി നമ്മുടെ കുട്ടികളെ രാവിലെ നാമം ചൊല്ലിച്ചുകൂടെ? നമുക്കെല്ലാവർക്കും ഒന്ന് പ്രയത്നിച്ചുകൂടെ? വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഏത് വിഭാഗത്തിലാണ് നടക്കുന്നത്? നോക്കൂ നിങ്ങൾ, ഏറ്റവും കൂടുതൽ വീടുകളിൽ കുത്തിക്കൊല ഏത് വീട്ടിൽ നടക്കുന്നത്? ഏറ്റവും കൂടുതൽ അപകടങ്ങൾ, ആക്സിഡൻ്റ് ഉണ്ടല്ലോ. അതായത്
അനാവശ്യമായ സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ പോയി ചാടിയിട്ടോ ഇത്തരത്തിലുള്ള എടുത്തുചാട്ടങ്ങളുടെ മരണം ഏത് കമ്മ്യൂണിറ്റിയിലാണ് കൂടുതൽ? ഉറക്കെ പറയൂ. നിങ്ങൾ പത്രം വായിക്കുന്നില്ലേ? നിങ്ങൾ എന്തേ ഹിന്ദുക്കളിൽ ഇത്രമാത്രം കൂടി വരുന്നത്? കാരണം ആ വിവേകശക്തി വർദ്ധിച്ചു വരികയാണോ? വിവേകശക്തി, വികാരശക്തി കൂടുന്നു. ആ തിരിച്ചറിവ് വരുന്നില്ല. കൂട്ടുകാരെല്ലാം വെള്ളത്തിലേക്ക് ചാടുമ്പോൾ എനിക്ക് നീന്തൽ അറിയില്ല, ഞാൻ ചാടാൻ പാടില്ല, എനിക്ക് അറിയാത്ത കാര്യമാണ് എന്ന് ഉള്ളിൽ നിന്ന് പറയുന്നില്ല. ഉള്ളിൽ നിന്ന് പറയണത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളതാണ്. എല്ലാവരും വണ്ടി റേസ് ചെയ്യുന്ന സമയത്ത് ഞാനവിടെ റേസ് ചെയ്യാണ്, എനിക്കറിയില്ല എന്താ സംഭവിക്കുക എന്നുള്ളത്. അത് തെറ്റല്ലേ എന്ന് സ്വയം ചിന്ത വരുന്നില്ല. ഈ അപകടങ്ങളെ മുൻകൂട്ടി കാണാൻ ഉറക്കെ പറയൂ നിങ്ങൾ, സാധിക്കാത്ത ഒരു സമൂഹം ഇനി ഏതെങ്കിലും ഒരു വിഷമത്തിൽ പെട്ടുപോയാലോ അതിൽ തന്നെ ഡിപ്രസ്ഡായി ജോലിയും ചെയ്യാൻ വയ്യ, അതോടുകൂടി കല്യാണവും വേണ്ടാന്ന് കല്യാണം നടക്കുന്നില്ല, അല്ലെങ്കിൽ കല്യാണം നടന്നാൽ തന്നെ അവിടെയും ഡിപ്രഷനായി ആണോ. അവസാനം ഭർത്ത വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികൾ. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ കൂടി വരാൻ കാരണം വീട്ടിലുണ്ടാകുന്ന ചില മാനസിക വിഷമങ്ങളെ മറികടക്കാനുള്ളൊരു മനോബലം നമ്മുടെ കുട്ടികൾക്കില്ല. ഇതുണ്ടാവണമെങ്കിൽ എന്താ വഴി? ഇത് പ്രാർത്ഥനയിൽ ഉണ്ടാകുന്നതാണോ മാറ്റങ്ങൾ, അതോ അനുഷ്ഠാനത്തിൽ ഉണ്ടാകുന്നതാണോ? അതിനാണ് നമ്മൾ നിരന്തരമായ അനുഷ്ഠാനം. വൈകുന്നേരങ്ങൾ ക്ഷേത്രത്തിൽ എന്തിനാ പോകുന്നത്? ലളിതാ സഹസ്രനാമം ചൊല്ലണം. നമ്മൾ പഠിപ്പിക്കണം കുട്ടികളെ. ഈ വെക്കേഷനിൽ എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷ, രാവിലെ വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരങ്ങളിൽ ലളിതാ സഹസ്രനാമം എന്നൊരു സംസ്കാരത്തിലേക്ക് ഒരു പടി നമ്മൾ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചാൽ 2025 എന്നൊരു വർഷം നമുക്ക് തെളിയിക്കണം. ഈ പെരുമ്പാവൂരും തുടങ്ങിയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കണം, നമ്മുടെ ഹിന്ദു കുട്ടികൾ ഒരാളും ജീവിതത്തിൽ വഴിതെറ്റി അവരെ ആർക്കും ചതിക്കുഴിയിൽ വീഴ്ത്താൻ സാധ്യമല്ല. ഒരു പ്രതിസന്ധി വന്നാൽ അവരതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ സാധിച്ചാൽ ഒരു ആത്മഹത്യാ വാർത്തകൾ നിങ്ങൾ കേൾക്കില്ല. അല്ലെങ്കിൽ ഞാനിതൊക്കെ പറയാതെ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചോളൂ. പക്ഷെ നാളെ കോളേജിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറില്ല എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ പറയരുത്. കാരണം സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും കൂടുമ്പോൾ അതിനെ നേരിടാനുള്ള ബലം എത്രയുണ്ടെന്ന് നമുക്കാർക്കും അറിയില്ല. നിങ്ങൾ അമ്പലത്തിൽ പോയത് കൊണ്ട് മാത്രം ഒരു ദേവനും ദേവിയും രക്ഷിക്കുമെന്ന് പറയരുത്. സാക്ഷാൽ കൃഷ്ണന്റെ മക്കൾ അവസാനം തമ്മിൽ തല്ലി കൊന്ന് ജീവനൊടുക്കിയ കഥയാണ് ഭാഗവതത്തിന് പറയാനുള്ളത് ആണോ. ശ്രീരാമസ്വാമിയുടെ ജീവിതത്തിൽ നിങ്ങൾ അവതാര പുരുഷനാണ്. ഗർഭിണിയായ ഭാര്യയെപ്പോലും സീതാദേവിയെപ്പോലും കൂടെ നിർത്താൻ രാമന് പറ്റിയോ? പറയൂ നിങ്ങൾ. അവർക്കൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, അവർക്കൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊന്നും മാനസികമായി അതിലൊന്നും തളരാതെ അവരവരുടെ ജീവിതം പൂർണ്ണമാക്കി. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ മക്കളുടെയൊക്കെ കാര്യത്തിൽ ദുഃഖിക്കുന്ന വിഷമിക്കുന്ന കുറേ അച്ഛനമ്മമാരുള്ള വീടുകളായി നമ്മുടെ ഹിന്ദു സമൂഹം മാറിക്കഴിഞ്ഞു. ഇതിനൊരു മാറ്റം വരണ്ടേ? വേണോ വേണ്ടയോ? ഇപ്പം 2 അർത്ഥങ്ങൾ ഞാനിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്. 2 അർത്ഥങ്ങൾ നമ്മുടെ ഈ വരാഹ അവതാരത്തിലൂടെ കൊടുക്കണം. ഒരു വ്യാവഹാരിക തലത്തിലും 2 പാരമാർത്ഥിക തലത്തിലും. ഒന്ന് നമ്മുടെ ട്രാൻസാക്ഷണൽ വേൾഡ് അല്ലെങ്കിൽ ട്രാൻസാക്ഷണൽ ലൈഫ് എന്ന് പറയും. രണ്ടാമത്തെ നമ്മുടെ ഓൺ ലൈഫ്, സ്പിരിച്വൽ ലൈഫ് അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് എന്ന് പറയും. അതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഭൂമിയെപ്പോലുള്ള പ്രകൃതി ശക്തിയെ നിലനിർത്തുന്നത് എൻ്റെ ധർമ്മമാണ്, എൻ്റെ കടമയാണ്. ആ ഒരു ഉത്തരവാദിത്വം എല്ലാവരിലും ഉണ്ടെങ്കിൽ ഈ ഭൂമിയുടെ ആയുസ് നമുക്ക് നീട്ടാം. ഭൂമി നിലനിന്നാൽ ആര് നിലനിൽക്കും? നമ്മളും നിലനിൽക്കും. രാമായണത്തിൽ ഒരു കഥയും കൂടി പറഞ്ഞ് ഞാനിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്. രാമായണത്തിൽ രാമരാവണ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ രാമനും ലക്ഷ്മണനും അബോധാവസ്ഥയിലേക്ക് പോയി, അവർ മരിച്ച തുല്യമായി. അപ്പോഴാണ് ജാമ്പവാൻ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയാണ്, ഹനുമാൻ ഇവിടെ ഉണ്ടോ, ഹനുമാൻ ഇവിടെ ഉണ്ടോ. അപ്പം ഇത് കേട്ട് വിഭീഷണൻ പറയാണ്, ജാമ്പവാൻ, രാമനുണ്ടോ അല്ലെങ്കിൽ ലക്ഷ്മണൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെയല്ലേ ചോദിക്കേണ്ടത്? ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. രാമലക്ഷ്മണന്മാരുടെ കാര്യമല്ലേ അങ്ങ് ചോദിക്കേണ്ടത്? അപ്പം അതിന് ജാമ്പവാൻ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലേ രാമനും ലക്ഷ്മണന് പോലും ജീവനുള്ളൂ എന്നാണ്. ഹനുമാൻ ജീവനോടുകൂടി ഉണ്ടെങ്കിലേ രാമലക്ഷ്മണന്മാർക്ക് പോലും ജീവനുള്ളൂ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഹനുമാൻ ഉണ്ടോ എന്ന് ചോദിച്ചത്. ഹനുമാൻ ജീവനോടുകൂടി ഉണ്ടോ എന്ന്. ഹനുമാൻ എല്ലാവരും ആയുധം കൊണ്ട് രാവണൻ്റെ പുത്രൻ, ആ ഒരു യുദ്ധത്തിൻ്റെ രംഗം എന്നാലും തീവ്രതയിൽ പറയുമ്പോഴത് മനസ്സിലാവുള്ളൂ. രാവണൻ്റെ പുത്രൻ, ആ പുത്രൻ്റെ പേരാണ് മേഘനാഥൻ എന്ന് പറയും. ആ മേഘനാഥൻ അഴിച്ചുവിട്ട ആയുധങ്ങളുടെ തീവ്രതയിൽ
അസ്ത്രം മഴ പോലെ പെയ്ച്ചു എന്നാണ്. ആർക്കും കണ്ണു തുറക്കാൻ പറ്റാത്ത വിധത്തിൽ അത്ര അസ്ത്രങ്ങളുടെ ഒരു മഴ വന്നപ്പോൾ എല്ലാ വാനരന്മാരും ഓടി രക്ഷപ്പെട്ടു. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. രാമലക്ഷ്മണന്മാർ ഒറ്റപ്പെട്ടു. ഹനുമാൻ സ്വാമി കുറച്ച് തുടങ്ങിയുള്ള ആളുകളുണ്ട്. അപ്പോഴേക്കും ഇവൻ നാഗാസ്ത്ര പ്രയോഗങ്ങളൊക്കെ തുടങ്ങി. ഹനുമാൻ സ്വാമി ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയിൽ ഇങ്ങനെ എല്ലാവരും അബോധാവസ്ഥയിൽ വീണുപോയി. ഈ സമയത്താണ് ചോദിക്കുന്നത് ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. ഹനുമാനാണെങ്കിൽ കണ്ണിലൊക്കെ ആയുധം പറ്റിയിരിക്കുകയാണ്, മുഴുവൻ ആയുധമാണ്. അതൊക്കെ പറിച്ചെടുത്തിട്ട് ജാമ്പവാനോട് പറഞ്ഞു ഉണ്ട് എന്ന്. എന്നിട്ടാണ് ഹനുമാനെ എങ്ങോട്ട് പറഞ്ഞയക്കുന്നത്? എവിടേക്കാണ് പറഞ്ഞയച്ചത്? കൈലാസ ഹിമാലയത്തിലേക്ക്. അവിടെയാണ് മൃതസഞ്ജീവനിയും പിന്നെ ഏതാണ് വശില്യകര. രാമായണത്തിൽ വായിച്ചിട്ടുമില്ലേ നിങ്ങളാരും? ഹനുമാൻ സ്വാമിയെ ഹിമാലയത്തിലേക്ക് പറഞ്ഞിട്ട് ആ മരുന്നുകൾ കൊണ്ടുവന്ന് രാമനെ ഉണർത്തിയതുപോലെ നമ്മളെല്ലാവരും ഒരു യജ്ഞഭാവത്തിൽ വരാഹം എപ്രകാരമാണോ ഭൂമിയെ ഉയർത്തിയെന്നൊരു കഥ പറയുന്നത്, ഇതേപോലെ യജ്ഞഭാവമാകുന്ന വരാഹം കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകൾ മാറ്റി മാനസികമായി നമുക്ക് ഉയരണം, മുന്നേറണം.